നമുക്ക് ശ്രോതാവർക്ക് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. കാരണം ഹെരോദേസ് ശിശുവിനെ വധിക്കുവാനായി അന്വേഷണം തുടങ്ങുവാൻ പോകുകയാണ്. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിന്റെ മരണത്തിനു ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. കാരണം ശിശുവിന്റെ ജീവൻ അന്വേഷിച്ചവർ മരിച്ചിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോയി. അർക്കലാവോസ് അവന്റെ പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത് യൂദയ ഭരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ യൗസേപ്പ് ഭയപ്പെട്ടു. സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകേണ്ടതിന് അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി വസിച്ചു. ഈശോമിശിഹായിലെ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, ഏറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് അനേക കുടുംബങ്ങളെ കാണാൻ സാധിക്കും. ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബം, നോഹയുടെ കുടുംബം, അബ്രാഹത്തിൻ്റെ കുടുംബം, ഇസഹാക്കിൻ്റെ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം, ജസ്സിയുടെ കുടുംബം, ദാവീദിൻ്റെ കുടുംബം, സോളമൻ്റെ കുടുംബം, അങ്ങനെ 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 ഒത്തിരി കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിലെ രക്ഷാകര ചരിത്രം മുഴുവൻ മുൻപോട്ട് പോയിരിക്കുന്നത് ഈ കുടുംബങ്ങളിലൂടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കുടുംബങ്ങളിൽ ഒറ്റ കുടുംബത്തിൽ പോലും നമുക്ക് എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാൻ പറ്റുന്ന, എല്ലാം തികഞ്ഞ ഒരു കുടുംബം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കുടുംബം ഇല്ല എന്നതാണ് വാസ്തവം. ഉദാഹരണത്തിന് ആദത്തിന്റെ കുടുംബത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. അനുസരണക്കേടിന്റെ കുടുംബമാണ്. മക്കള് സഹോദര ഹത്യയിലേക്ക് പോയ, കൊലപാതകത്തിലേക്ക് പോയ കുടുംബമാണ്. നോഹയുടെ കുടുംബം ഒട്ടും മോശമല്ല. ലഹരി കടിമപ്പെട്ട കുടുംബമാണ്. മദ്യാസക്തിയിലേക്ക് വീണുപോയ കുടുംബമാണ്. അബ്രാഹത്തിന്റെ കുടുംബം, ഈ കുടുംബത്തിലേക്കൊന്ന് നോക്കിക്കേ. അബ്രാഹത്തിന്റെ കുടുംബം വിശ്വാസികളുടെ പിതാവെന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ദാസിയായ ഹാഗാറിൽ നിന്ന് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച കുടുംബമാണ്. ഭാര്യയായ സാറായെ ഭാര്യയാണെന്ന് ഏറ്റുപറയേണ്ടിടത്ത് ഒരു സഹോദരിയാണ് എന്ന് ഏറ്റുപറഞ്ഞ ആളാണ് അബ്രാഹാം. ഇനി ഇസഹാക്കിന്റെ കുടുംബത്തിലേക്കൊന്ന് നോക്കിക്കേ. കടിഞ്ഞൂൽ പുത്ര സ്ഥാനത്തിന് വേണ്ടിയിട്ട്, അവകാശത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത കുടുംബമാണ്. തമ്മിൽ അടിയുണ്ടാക്കിയ കുടുംബമാണ്. ചോരയുടെയും അടിയുടെയും പിടിയുടെയും ചതിയുടെയും ഒക്കെ ചരിത്രങ്ങൾ പറയാനുണ്ട് യാക്കോബിന്റെ കുടുംബത്തിന്. ഇനി ജസ്സിയുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കിക്കേ. മക്കളോട് പാർഷ്യാലിറ്റി കാണിച്ച കുടുംബമാണ്. സാമുവേൽ പ്രവാചകൻ ജസ്സിയുടെ ഒരു മകനെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് പ്രകാരം ജസ്സിയുടെ ഭവനത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ജസ്സി തൻ്റെ മൂത്ത മക്കളെയൊക്കെ കൊണ്ട് ഈ സാമുവേലിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവരെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ദാവീദ് ജസ്സിക്ക് അത്ര പ്രിയപ്പെട്ട മകനൊന്നും ആയിരുന്നില്ല. ഇനി ദാവീദിന്റെയും സോളമന്റെയും കുടുംബങ്ങളിലേക്ക് നോക്കിക്കേ. അശുദ്ധിയിലേക്ക്, ആസക്തികളിലേക്ക്, തിന്മകളിലേക്ക് വീണുപോയ കുടുംബങ്ങളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ രക്ഷാകര ചരിത്രം മുഴുവനും ഈ കുടുംബങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് നമ്മൾ പറയുമ്പോഴും എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ, എല്ലാം തികഞ്ഞ കുടുംബങ്ങൾ ഇല്ല. അങ്ങനെയെങ്കിൽ വിശുദ്ധമായ ഒരു കുടുംബത്തിന് അത്യാവശ്യമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗം. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വളരെ ചെറിയ ഭാഗം. ഈ ഭാഗത്ത് കൊളോസോസിലെ ഭാര്യാഭർത്താക്കന്മാരോട് പൗലോസ്ലീഹ പറയുകയാണ്, ഭാര്യാഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം കേട്ടോ. എന്നിട്ട് കുഞ്ഞു മക്കളോടായിട്ട് പറയും, മക്കളെ നിങ്ങൾ മാതാപിതാക്കളെയൊക്കെ അനുസരിക്കണം കേട്ടോ. എന്നിട്ട് മാതാപിതാക്കളോടായിട്ട്, പ്രത്യേകിച്ച് അപ്പന്മാരോടായിട്ട് പറയുകയാണ് പൗലോസ്ലീഹ, നിങ്ങൾ മക്കളെ ഒരു പരിധി വിട്ട് ശകാരിക്കരുത് കേട്ടോ. അവരുടെ ഉള്ളിലെ ഉന്മേഷമൊക്കെ നശിച്ചു പോകും, കുറഞ്ഞു പോകും. അതായത് ഒരു ഭവനത്തിനുണ്ടാകേണ്ട ആത്മസമർപ്പണത്തിന് വേണ്ട പുണ്യങ്ങളെ പറ്റിയാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. ഒരു കുടുംബത്തിന് വേണ്ട ആത്മസമർപ്പണത്തിന് വേണ്ട പുണ്യങ്ങളെപ്പറ്റി. ഇപ്രകാരം ആത്മസമർപ്പണത്തിന്റെ ഉദാത്ത മാതൃകയാണ് തിരുക്കുടുംബം. ഈ തിരുക്കുടുംബത്തിലേക്ക്, നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. മാതാവും ഉണ്ണീശോയും യൗസേപ്പിതാവും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചിരിക്കുകയാണ്. ഇവര് മുഖം തെറിപ്പിച്ചിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്, പിണക്കം കാണിക്കുകയാണ്, കുറ്റം പറയുകയാണ്, പരിഭവപ്പെടുകയാണ്. അല്ല, ഇവരെ സ്നേഹിക്കുകയാണ്, പരസ്പരം കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ്. സ്നേഹിക്കുന്നതിൽ ഇവർ മത്സരിക്കുകയാണ്, ഉത്സാഹിക്കുകയാണ്. ഇനി അനുസരണത്തിന്റെ തലത്തിലേക്ക്, മക്കളുടെ അനുസരണത്തിന്റെ തലത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. നസ്രത്തിലെ തിരുക്കുടുംബത്തില് മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഈശോ, ഇങ്ങനെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഈശോയെ പറ്റി മത്തായി, ലൂക്കാ സുവിശേഷകന്മാർ സുന്ദരമായിട്ട് പറയുന്നു. അതായത് പഴയ നിയമ കുടുംബങ്ങളിലെ സമർപ്പണമില്ലായ്മയിൽ നിന്നുണ്ടായ വിള്ളലുകളെ ഈ പുതിയ നിയമത്തിലെ തിരുക്കുടുംബം പരിഹരിക്കുകയാണ്. വിള്ളലുകളെല്ലാം നികത്തുകയാണ്. ഇപ്രകാരം ഈ തിരുക്കുടുംബം എന്ന് പറയപ്പെടുന്ന മാതാവും യൗസേപ്പിതാവും ഉണ്ണീശോയും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ സമർപ്പണത്തിന്റെ മനോഹരമായ ചിത്രമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഹേരോദേസിന്റെ കിരാതകരങ്ങളിൽ നിന്ന് ഈശോ മിശിഹായെയും മാതാവിനെയും സംരക്ഷിച്ചുകൊണ്ട് യൗസേപ്പിതാവ് ഈജിപ്ത് എന്ന അകലെയുള്ള ദേശത്തേക്ക് ഓടിപ്പോകുന്ന ചിത്രമാണ്. വിദേശ രാജ്യത്തേക്ക് മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന, അവിടെ പോയി കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന മാതാപിതാക്കളോടൊക്കെ ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ ആയിരിക്കുന്നവരോട് ചോദിക്കണം, അവർ പറയും ഇങ്ങനെയുള്ള യാത്രയുടെ കഷ്ടത എന്താണ്. ഭയത്തിൻ്റെ, അസ്വസ്ഥതകളുടെ, ആകുലതകളുടെ, ഒറ്റപ്പെടലുകളുടെ, എല്ലാവിധ രോഗങ്ങളുടെയും അവസ്ഥകളിലൂടെയായിരിക്കും ഇവർ ആ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള ആദ്യത്തെ വർഷങ്ങളിലൂടെ കടന്നു പോകുന്നത്. മനസ്സേറെ വേഷിക്കപ്പെടുന്ന സമയങ്ങളാണ്. ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയധികം മെച്ചപ്പെട്ട യാത്രാ സൗകര്യമില്ലാതിരുന്ന ഒരു കാലത്ത്, ഇത്രയധികം മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷണം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ യൗസേപ്പിതാവ് മാതാവിനെയും ഉണ്ണീശോയെയും കൊണ്ട് ഈജിപ്ത് എന്ന അകലെയുള്ള ദേശത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ ആ കുടുംബം കടന്നുപോയ കഷ്ടപ്പാടുകളുടെ, സഹനങ്ങളുടെ, ക്ലേശങ്ങളുടെ, വേദനയുടെ കാഠിന്യം എന്താണെന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഇതിനേക്കാൾ ഏറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ കഷ്ടതകളുടെ ഇടയിലും അവർ ഒരുമിച്ച് യാത്ര ചെയ്തു എന്നതാണ്. അവർ പരസ്പരം കുറ്റപ്പെടുത്തിയില്ല, ഒറ്റപ്പെടുത്തിയില്ല, പരിഭവം പറഞ്ഞില്ല. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തു. ദൈവഹിതത്തോട് ചേർന്ന് അവർ ഒരുമിച്ച് യാത്ര ചെയ്തു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിഹാസത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, അനുസരണക്കേടിൻ്റെ, നിസ്സഹകരണത്തിൻ്റെ ദുഷ്ടാരൂപികൾ നമ്മുടെ ഭവനത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, വേട്ടയാടുന്ന ഈ കാലഘട്ടത്തിൽ തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കുടുംബത്തോട് നമ്മൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥ്യം യാചിക്കേണ്ടതുണ്ട്. സമർപ്പണ ബോധത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി ഇന്ന് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ തിരുക്കുടുംബത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബമേ,
ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആത്മസമർപ്പണത്തോടെയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപ, ദൈവഹിതത്തോട് ചേർന്നുള്ള ആത്മസമർപ്പണത്തിൽ ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.